കരിവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ED ചില വിവരങ്ങളൊക്കെ കൊണ്ടുവന്നതായിട്ട് ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അത് തെറ്റാവാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് വിവരങ്ങൾ അതിനകത്ത് വളരെ ഡീറ്റെയിൽസ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വെളിവാക്കിയിട്ടുണ്ട്. അതായത് ധാരാളം അക്കൗണ്ടുകൾ, ഒരു അക്കൗണ്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ മാത്രമല്ല, അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഇടപാട് നടത്താനും പറ്റുകയില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ CPM അവിടെ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഒരുപാട് ഏരിയ കമ്മിറ്റികൾക്ക്, CPMൻ്റെ ഏരിയ കമ്മിറ്റികൾക്ക് ഇതുമായിട്ട് ഈ കരിവന്നൂർ ബാങ്കിലുമായിട്ട് പണമിടപാട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വന്നേക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് PMLA മണി ലോണ്ടറിങ്ങിൻ്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരും, പ്രശ്നവും ആവും, അങ്ങനെ ഉണ്ടാവും. അത് മാത്രമല്ല, ഇവർ കൊടുത്തേക്കുന്ന റിട്ടേണുകളിലൊന്നും അതുപോലെ തന്നെ വിവരങ്ങളിലൊന്നും തന്നെയും ഈ കൊടുത്തേക്കുന്ന ഫർണിഷ് ചെയ്യേണ്ട ഇൻഫർമേഷനകത്തൊന്നും ഇങ്ങനെയുള്ള ഇടപാടുകൾ ആ പാർട്ടി വെളിവാക്കാതെ അത് രഹസ്യമായിട്ട് വെച്ചേക്കാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമാകും. അതിനകത്ത് ടാക്സ് ഇവേഷൻ വരും, ഇൻകം ടാക്സിൻ്റെ ഇവേഷൻ വരും, അതുപോലെ മണി ലോണ്ടറിങ്ങും വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ മാത്രമേ ബാധിക്കുള്ളൂ. ഇത് ഈ കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റി എന്നുള്ളതല്ല, ധാരാളം കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരളത്തിൽ ഉള്ള അതിൽ നിന്നെല്ലാം ഈ പണി ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇടതുപക്ഷം ഭരിക്കുന്ന രീതിയിലുള്ളതെല്ലാം ഈ പണി ചെയ്തിട്ടുണ്ട്. വലതുപക്ഷവും ഇതിൽ നിന്ന് മോചനമൊന്നുമില്ല അവർക്കും. കോൺഗ്രസ് ഭരിക്കുന്ന ചില കോപ്പറേറ്റീവ് ബാങ്കുകളിലും ഈ പ്രശ്നം ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞതിപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ വല്ല ഒരു 10,000 രൂപ എങ്ങാണം ഒരു വെട്ടിപ്പ് നടത്തിയാൽ അത് ഭയങ്കര കുഴപ്പമാണ്, കൈക്കൂലിയാണ്, വെട്ടിപ്പാണ്, അഴിമതിയാണ് എന്ന് പറയും. പക്ഷേ 100 കണക്കിന് 300 കോടി രൂപയുടെ ഇടപാടാണെങ്കിലോ ഒരു കുഴപ്പമില്ല. അത് നടത്തിയേക്കുന്നവന് വളരെ എല്ലാവിധ അംഗീകാരങ്ങളും കൊടുക്കും. അതിപ്പോൾ നമ്മൾ കൽപ്പിച്ചു കൂട്ടി കൊടുത്തേക്കുന്ന ജനങ്ങൾ കൽപ്പിച്ചു കൂട്ടി കൊടുത്തേക്കുന്ന ഒരു അധികാരം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ എന്ത് അഴിമതി കാണിക്കാം, ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു മുൻകരുതൽ ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വോട്ടർമാർ. പിന്നെ എങ്ങനെ ഇവർ നന്നാവുന്നേ? ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഓരോന്നും എടുത്തു നോക്കിക്കോളൂ, എല്ലാ അഴിമതിയല്ലേ. അഴിമതിക്കെതിരെ പ്രസംഗിച്ചു വരുന്ന BJP അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതിൻ്റെ ഇതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പണം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാനുണ്ട്, ഇത് കൊടുക്കാനുണ്ട്. അതൊക്കെ ഒരുപാട് കള്ളക്കണക്കുകളും ബുദ്ധിമുട്ടുകളും അതിനകത്തുണ്ടെന്നുള്ളത് വേറെ കാര്യം. ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിനെതിരെ ഇതേപോലെ അവർ ഭീഷണിപ്പെടുത്തി ആരുടെ നിന്നും പണം പിരിച്ചതായിട്ട് നമുക്ക് കാണാനില്ല. പക്ഷേ അതും അഴിമതിയിൽ നിന്ന് മുക്തമൊന്നുമല്ല. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിയിൽ നിന്ന് മുക്തമല്ല. ഇപ്പോൾ ഈ ലോട്ടറി രാജാവ് അയാളുടെ കയ്യിൽ നിന്ന് പണം പറ്റിയേക്കുന്നത് ആരൊക്കെയാ നമ്മൾ നോക്കിയാൽ DMK വാങ്ങിയിട്ടുണ്ട് പണം. അതുപോലെ തന്നെ പിന്നെ ഈ BJP വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ചില കമ്പനികളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കിട്ടിയെന്ന് പറയുന്നത് കഴിഞ്ഞത് ഒരു കമ്പനി, പാകിസ്ഥാനി കമ്പനിയാണ്. അതിൽ നിന്ന് 95 ലക്ഷം രൂപ പുൽവാമ ആക്രമണത്തിന് ശേഷം വലിയ താമസമില്ലാതെ BJP വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ട് പാകിസ്ഥാനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുന്നുള്ള ആളുകളെല്ലാം അങ്ങ് പാകിസ്ഥാനിലോട്ട് നാട് കടത്തണം, ഇവിടുത്തെ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലോട്ട് അയക്കണം എന്ന് ദിവസേന ശ്വാസം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് പേര്, എല്ലാവരും BJP എന്ന് മുഴുവൻ പറയാൻ ഒക്കത്തില്ല, അത് പറയുന്നത് ശരിയായിരിക്കത്തില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെടുന്ന ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ശ്വാസത്തിലുള്ളതായത്, കാരണം അവർക്കത് മാറ്റാൻ ഒക്കത്തില്ല. എന്തിന് പറഞ്ഞയക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതറിയില്ല. കാരണം ചരിത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അവർ പറയുന്ന ആ ചരിത്രം. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എങ്ങനെ ഈ പാകിസ്ഥാനി കമ്പനിയിൽ നിന്ന് ഈ 95 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങി, എന്തിനു വാങ്ങി എന്നുള്ളത് അവരൊന്ന് വെളിയാക്കണ്ടേ? അതല്ലേ ഏറ്റവും വലിയ അഴിമതി. എന്ന് പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇന്ന് അഴിമതിയിൽ അവർ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് സെക്ടറിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ
നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ, നാടിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭാവന, ജനങ്ങൾക്ക് വലിയ സംഭാവന കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അതിനെ നശിപ്പിക്കുന്നത് യഥാർത്ഥ CPM അല്ലേ? കരുവന്നൂർ ബാങ്ക് മുതൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ, എത്ര എണ്ണത്തിലാണ് ഈ അഴിമതി ആരോപണം വന്നേക്കുന്നത്? കോടികളല്ലേ? സ്വജനപക്ഷപാതം, ബന്ധുക്ക് കൊടുക്കുക കേട്ടോ, ബന്ധുക്കളെ അതിനകത്ത് നിയമിക്കുക, ഓരോരുത്തരുടെ മുഴുവൻ ഈ രീതിയിൽ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അഴിമതി നടത്താനുള്ള ജന്മാവകാശമുണ്ടെന്ന് കൽപ്പിച്ചു കൂട്ടി കൊടുക്കുന്ന വോട്ടർമാരുള്ളിടത്തോളം കാലം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് പിടി വീഴാൻ വലിയ സാധ്യതയുണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്.